ഇന്ന് മെയ് ദിനം, ആഗോള തൊഴിലാളി ദിനം. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ചു ശക്തരാകുവിൻ. പോരാട്ടത്തിൻ്റെ നീണ്ട 139 വർഷം ആഘോഷിക്കുമ്പോൾ തൊഴിൽ മേഖല ഒന്നിനും ഒരു ഉറപ്പുമില്ലാതെ പഴയകാലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരം തൊഴിൽ സമ്പ്രദായം അവസാനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. തൊഴിൽ നിയമങ്ങൾ തൊഴിലുടമകൾക്കും കോർപ്പറേറ്റ് മുതലാളിമാർക്കും വേണ്ടി മാറ്റി എഴുതുകയും ചെയ്യുകയാണ്. ഇതാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ ധാരാളം ആളുകൾ നമ്മുടെ രാജ്യത്ത് തൊഴിലിനു വേണ്ടി നെട്ടോട്ടമോടുന്നു. സുരക്ഷിതമായ തൊഴിലുണ്ടെങ്കിൽ രാസലഹരി ഉൾപ്പെടെയുള്ള മാരക മയക്കുമരുന്നിൽ നിന്നും പെടാതെ തൊഴിലൊരു ലഹരിയായി നമ്മുടെ യുവാക്കളും യുവതികളും സ്വീകരിച്ചനെ. വികസനത്തിലും പുരോഗതിയിലും തൊഴിലാളികൾ വഹിക്കുന്ന പങ്കിനെ ആദരിച്ചും അവകാശ പോരാട്ടങ്ങളുടെ സ്മൃതികൾ ഉയർത്തിയും സർവ്വദേശീയമായി നടത്തുന്ന ആഘോഷമാണ് മെയ് ദിനം. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യമുയർത്തി 1886 മെയ് 1 മുതൽ 4 വരെ ചിക്കാഗോയിലെ ഹോം മാർക്കറ്റിൽ പണിമുടക്കി സമാധാനപരമായി പ്രകടനം നടത്തിയ തൊഴിലാളികൾക്ക് നേരെ ആരോ ബോംബ് വലിച്ചെറിഞ്ഞു. ബോംബ് പൊട്ടിത്തെറിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ വെടിവെപ്പിൽ 4 തൊഴിലാളികളും ഒരു പോലീസുകാരനും കൊല ചെയ്യപ്പെട്ടു. ഈ സംഭവത്തിൽ 4 തൊഴിലാളികളെ വിചാരണ കൂടാതെ തൂക്കിലേറ്റി. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും ഉണ്ടായി. അതിനെതിരായി ഭരണകൂട മർദ്ദനങ്ങളും ഉണ്ടായി. 8 മണിക്കൂർ ജോലി എന്നത് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു. 1904 ആംസ്റ്റർഡാമിൽ നടന്ന സോഷ്യലിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ സാർവദേശീയ യോഗമാണ് മെയ് 1 തൊഴിലാളി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി മെയ് ദിനം ആഘോഷിക്കുന്നത് 1923 മദ്രാശിയിലാണ്. ശാസ്ത്രവും സാങ്കേതികവിദ്യയും പുരോഗമിച്ചപ്പോൾ തൊഴിലുടമകൾക്ക് വ്യവസായങ്ങൾ നടത്തി പോവാൻ ഒരു തൊഴിലാളിയെ പോലും ആവശ്യമില്ലെന്ന സാഹചര്യം വളർന്നു വന്നു. അവർ ചെയ്യുന്ന മിക്ക ജോലികളും യന്ത്രങ്ങളും യന്ത്രമനുഷ്യരും കൂടുതൽ എളുപ്പത്തിലും വേഗതയിലും